ഹരഹരോ ഹരഹരാ ഹരഹരോ ഹരഹര മുരുക. ഇന്ന് നമുക്ക് സ്കന്ദപുരാണത്തിന്റെ ഭാഗം 2 പറയാനുള്ളത്. ശ്രീ പരമേശ്വരന്റെ മൗനം എന്നുള്ള ഭാഗമാണ്. ഓം ഗം ഗണപതേ നമഃ. ഓം നമ ശിവായ. ഹരഹരോ ഹരഹര. അപ്പം മുരുക ഭഗവാനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പളനിയിൽ ആണ്ടവനാണ്, വേൽ മുരുകനാണ്. അപ്പോൾ ആ മുരുക ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടും എന്നാണ് പറയാറുള്ളത്. അപ്പം മുരുക ഭക്തർക്ക് തന്നെ അത് വളരെയധികം അനുഭവവേദ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പലരുടെ അനുഭവങ്ങൾ പറഞ്ഞ് അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തർ ഈ ഇടയ്ക്ക് തന്നെ പളനിയിൽ സംഭവിച്ച കാര്യങ്ങള്, അതുപോലെ പളനി പോലുള്ള വേറെ ക്ഷേത്രങ്ങളിൽ ഓരോരോ മുരുകനെ നേരിട്ട് കണ്ട അനുഭവങ്ങൾ ഉണ്ടായവർ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്രയും എന്താ പറയാ, അത്രയും മഹത്തരമായിട്ടുള്ള ഭഗവാനാണ് മുരുക ഭഗവാൻ അല്ലെങ്കിൽ സ്കന്ദൻ എന്ന് പറയുന്നത്. സ്ത്രീകൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ കാര്യങ്ങള് നടന്നു കിട്ടും. സ്ത്രീകളുടെ പ്രാർത്ഥനയ്ക്ക് അത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭഗവാനാണ് മുരുക ഭഗവാൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അമ്മമാര് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടന്നു കിട്ടും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളെ ദ്രോഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ശിക്ഷ കൊടുക്കുകയും ചെയ്യും. ഞാൻ പല പ്രാവശ്യവും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇഷ്ടമല്ലാതെ ഒരാളും നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കാൻ പോലും ഒരിത് കൊടുക്കരുത്. നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് ഇഷ്ടമല്ലാതെ, എന്തിന്റെ പേരിലാണെങ്കിലും ശരി തന്നെ, നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് ഇഷ്ടമല്ലാതെ ഒരു ആണിന്റെയും കൂടെ പോവാതിരിക്കുക, ഒരാണ് നമ്മൾ സ്പർശിക്കാനുള്ളൊരിട കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടമല്ലാതെ ആരെങ്കിലും എന്നെ ഉപദ്രവിക്കാൻ, ആരെങ്കിലും എന്നെ എന്തെങ്കിലും തെറ്റായിട്ട് പറയാനോ അല്ലെങ്കിൽ സ്പർശിക്കാനോ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് നന്നായിട്ട് തന്നെ പ്രതികരിക്കും. ചിലപ്പോൾ നമുക്ക് തിരിച്ച് അടിക്കുന്നതിനും പ്രശ്നമൊന്നുമില്ല, കാരണം നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്, അല്ലേ? അപ്പം നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പെൺകുട്ടികൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. അതുകൊണ്ട് എപ്പോഴും നമുക്ക് ഇഷ്ടമല്ലാതെ നമ്മളെ ആരും ഇതാക്കാൻ വേണ്ടിയിട്ട് വരാതിരിക്കുക. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് പ്രതികരിക്കാവുന്നതാണ്. ഇത് തന്നെയാണ് മുരുക ഭഗവാനും പറയുന്നത്. മുരുക ഭഗവാനും അതുകൊണ്ട് തന്നെ ദേവസേനാപതിയാണ് ഭഗവാൻ, എല്ലാവരുടെയും സംരക്ഷകനാണ്. അങ്ങനെയുള്ള ദേവീ ദേവന്മാരുടെ എല്ലാവരുടെയും സംരക്ഷകനായിട്ടും ദേവസേനാപതിയായിട്ട് നിൽക്കുന്ന ഭഗവാനാണ് മുരുക ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മുരുക ഭഗവാൻ അത്രയും പ്രാധാന്യമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. മുരുക ഭഗവാന് അത്രയും പ്രാധാന്യമുണ്ട്. ഹരഹരോ ഹരഹര. ഓം സ്കന്ദായ നമഃ. ഓം വജത് ഫുവേ നമഃ. അപ്പൊ ഭഗവാന്റെ നാമമാണിത്, ഓം വജത് ഫുവേ നമ എന്ന് പറയുന്ന നാമം. അപ്പൊ അത് നമ്മൾ എപ്പോഴും പറയുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ നമുക്ക് ഹരേ കൃഷ്ണ നാമം ഈ കലികാലത്തിൽ നമ്മൾ പറയുന്ന ഉത്തമമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് വജത് ഫുവേ, ഓം വജത് ഫുവേ നമഃ എന്നുള്ള മുരുക ഭഗവാന്റെ ആ നാമം കൂടി നമ്മൾ പറയുന്നത് വളരെ ഉത്തമമായിരിക്കും. ഹരഹരോ ഹരഹര. അപ്പൊ ഇനി നമുക്ക് ഭാഗം 2, ശ്രീ പരമേശ്വരന്റെ മൗനം എന്നുള്ള ഭാഗമാണ് വായിക്കാനുള്ളത്. അപ്പൊ ആ ഭാഗം ഞാൻ വായിക്കാൻ, നിങ്ങൾ ശ്രദ്ധാപൂർവം അത് കേൾക്കുക. ശ്രീ പാർവതി ദേവി ശങ്കരപ്രീതിക്കായി കഠിന തപസ്സിൽ മുഴുകി. തനിക്ക് ചുറ്റും മാറി മാറി ഋതുക്കൾ വന്നതും പോയതും അറിയാതെ ആ ബാലിക ഭഗവൽ പാദങ്ങളിൽ മാത്രം മനസ്സർപ്പിച്ചു. ഹിമവാൻ നിയോഗിച്ച കന്യകമാർ അവൾക്കു വേണ്ട പൂജാദ്രവ്യങ്ങൾ ഒരുക്കി എല്ലാ സഹായവും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. ഇക്കാലത്ത് ശൂരപത്മാസുരൻ എന്നൊരു അസുര ചക്രവർത്തി തപോബലം കൊണ്ട് 3 ലോകങ്ങളും കീഴടക്കി ഭരണം ആരംഭിച്ചു. അധികാരമത്തനും അഹങ്കാരിയുമായ ശൂരപത്മാസുരൻ ദേവന്മാരെ ഉപദ്രവിക്കുകയും മഹർഷിമാരുടെ തപസ്സിന് ഭംഗം വരുത്തുകയും ചെയ്തു. അപ്പൊ ഇവിടെ പാർവതി ദേവി ആ 5ാമത്തെ വയസ്സിൽ എന്ത് ചെയ്യുകയാണ്? തപസ്സിന് വേണ്ടിയിട്ട്, മഹാദേവനെ വരനായി ലഭിക്കാൻ വേണ്ടിയിട്ട് തപസ്സിന് വേണ്ടിയിട്ട് ദേവി ഹിമാലയ പർവ്വതത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ആ കാട്ടിൽ, ഹിമാലയ പർവ്വതത്തിൽ തന്നെയുള്ള ഒരു കാട്ടിൽ ഇരുന്ന് കഠിനമായുള്ള തപസ് അനുഷ്ഠിക്കുകയാണ്. അങ്ങനെ തപസ് അനുഷ്ഠിക്കുന്ന സമയത്ത് ഈ പിഞ്ചു ബാലികയായ 5 വയസ്സുള്ള പാർവതി ദേവിക്ക് തന്റെ കൂടെയുള്ള സഖിമാരെല്ലാവരും, അച്ഛൻ പറഞ്ഞു വിട്ട ആ സഖിമാരെല്ലാവരും കൂടി ചേർന്ന് ദേവിക്ക് അതിന് വേണ്ടിയിട്ടുള്ള പൂജകൾ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തപസ് അനുഷ്ഠിക്കാനും വേണ്ടിയിട്ടുള്ള പൂജാദ്രവ്യങ്ങളും ഒക്കെ എടുത്തു കൊടുത്ത്, അങ്ങനെ സഹായങ്ങൾ, ജലമൊക്കെ എടുത്തു കൊടുത്ത് അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഇരിക്കെ ശൂരപത്മാസുരൻ എന്ന് പറയുന്ന ഒരു ദുഷ്ടനായിട്ടുള്ള അസുരൻ ഉണ്ടായിരുന്നു. ആ അസുരൻ എന്ത് ചെയ്യുകയാണ്? ആ അസുര ചക്രവർത്തി തപോബലം കൊണ്ട് 3 ലോകങ്ങളും കീഴടക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്? അധികാരമത്തനും അഹങ്കാരിയുമായ ശൂരപത്മാസുരൻ ദേവന്മാരെ ഉപദ്രവിക്കുകയും മഹർഷിമാരുടെ തപസ്സിന് ഭംഗം വരുത്തുകയും ചെയ്യുകയാണ്. ഭൂമിയിൽ ആർക്കും യാഗങ്ങൾ നടത്താൻ കഴിയാത്ത സ്ഥിതി വന്നു. ഈശ്വര പൂജയും ആരാധനയും തടസ്സപ്പെടുത്തുകയും പുണ്യകർമ്മങ്ങൾക്ക് വിഘ്നങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുക ശൂര പത്മാസുരന്റെ പ്രധാന വിനോദമായി തീർന്നു. പാർവതി ദേവി തപസ്സനുഷ്ഠിച്ചിരുന്ന കാലത്ത് ശ്രീ പരമേശ്വരനും കൈലാസാദ്രിയിലെ പേരാൽ വൃക്ഷച്ചുവട്ടിൽ ദക്ഷിണ ഭാഗാതിമുഖനായി തപസ്സിൽ മുഴുകി കാലം കഴിക്കുകയായിരുന്നു. കാലാതീതനും ജ്ഞാനസ്വരൂപനുമായ ഭഗവാന്റെ മുഖത്ത് അലൗകികമായ ശാന്തിയും തേജസ്സും നിറഞ്ഞിരുന്നു. അപ്പൊ ഈ ശൂരപത്മാസുരൻ എന്ത് ചെയ്യുകയാണ്? മഹർഷിമാരുടെയും അങ്ങനെയുള്ള എല്ലാ പുണ്യാത്മാക്കളുടെയും തപസ്സുകളൊക്കെ മുടക്കുകയാണ്. തപസ്സുകളൊക്കെ മുടക്കിയിട്ട് മറ്റുള്ളവരെ കൊണ്ട് തപസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അവർക്ക് ദാനം ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അങ്ങനെ യാഗം ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഇങ്ങനെയുള്ള എല്ലാ ഇതും ആ ശൂരപത്മാസുരൻ മുടക്കുകയാണ്. അങ്ങനെ ഇരിക്കെ തന്നെ കൈലാസ പർവ്വതത്തില് ശിവഭഗവാനും ഇതുപോലെ തന്നെ കഠിനമായിട്ടുള്ള തപസ്സില് മുഴുകിയിരിക്കുകയാണ്. ആ സതീദേവിയുടെ വിരഹത്തെ ഓർത്തുകൊണ്ട് ഭഗവാൻ പരമേശ്വരൻ വളരെയധികം വിഷമിച്ചുകൊണ്ട് എവിടെ ഇരിക്കുകയാണ്? കൈലാസ പർവ്വതത്തിൽ ഇരുന്ന് തപസ്സില് മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മജ്ഞരായ സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്നീ 4 മഹർഷികുമാരന്മാരാണ് സനകാദി മഹർഷിമാരെന്ന് അറിയപ്പെട്ടിരുന്നത്. വേദശാസ്ത്ര പണ്ഡിതന്മാരും യോഗവിദ്യാ പരംഗതരുമായിരുന്നെങ്കിലും മനസ്സിനെ പരമാത്മാവിൽ ഉറപ്പിച്ചു നിർത്താനും അങ്ങനെ പരമമായ സ്വാസ്ഥ്യം കൈവരിക്കുന്നതിനും അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഭഗവാനെ നേരിൽ കണ്ട് തങ്ങളുടെ സംശയങ്ങൾക്ക് പരിഹാരം തേടുന്നതിനും പരമമായ ജ്ഞാനം കൈവരിക്കുന്നതിനുമാണ് കുമാരന്മാർ ശിവസന്നിധിയിൽ എത്തിയിരിക്കുന്നത്. കൈലാസത്തിലേക്കുള്ള പ്രവേശന കവാടത്തിൽ കാവൽ നിൽക്കുന്ന നന്ദികേശ്വരനെ ശിവമന്ത്രോച്ചാരണങ്ങളാൽ തൃപ്തനാക്കി അവർ ഭഗവത് സന്നിധിയിലേക്ക് മാർഗം തെളിച്ചു. അപ്പോ ഭഗവാനെ കൈലാസത്തിലേക്ക് കാണാൻ വരിക കുമാരന്മാരെന്ന് പറയും. അങ്ങനെ 4 കുമാരന്മാരുണ്ട്. സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്നീ 4 കുമാരന്മാരാണ്. അങ്ങനെ ഈ 4 കുമാരന്മാരും തങ്ങൾക്ക് തപസ് അനുഷ്ഠിക്കുന്നത് എങ്ങനെയാണ്, യോഗ ചെയ്തിട്ട് ആ തപസ്സിലേക്ക് വന്ന് അത് കറക്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള അറിവ് അവർക്കില്ല. അതുകൊണ്ട് തന്നെ അവർ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് എവിടേക്ക് വരികയാണ്? കൈലാസത്തിലേക്ക് വരികയാണ്. അങ്ങനെ കൈലാസത്തിന്റെ കവാടത്തിൽ എത്തുമ്പോൾ അവിടെ ആരാ നിൽക്കുന്നേ? നന്ദികേശ്വരൻ നിൽക്കുകയാണ്. അങ്ങനെ നന്ദികേശ്വരനോട് അവര് ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് അങ്ങനെ സംപ്രീതനാക്കിക്കൊണ്ട് ശിവസന്നിധിയിലേക്ക് അവരെ നന്ദികേശൻ ആനയിക്കുകയാണ്. അങ്ങനെ അവര് ശിവസന്നിധിയിൽ എത്തുകയാണ്. ഭഗവത് ദർശനം സനകാദികുമാരന്മാരെ ആത്മഹർഷത്തിൽ ആറാടിച്ചു. ജ്ഞാനസ്വരൂപനും പരമ്പൊരുളുമായ ശ്രീ പരമേശ്വരന്റെ ദർശനമാത്രയിൽ അവർ തങ്ങളുടെ ആഗമനോദ്ദേശം പോലും മറന്നു നിന്നു. അതുവരെ അനുഭവിക്കാത്ത ആനന്ദാതിരേകത്താൽ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മറ്റൊന്നും പറയാനില്ലാതെ അവരുടെ ചുണ്ടുകൾ ശങ്കരസ്തുതികൾ മാത്രം ഉതിർത്തു. കരുണാമയനും ഭക്തവത്സലനുമായ ഭഗവാനാകട്ടെ തനിക്ക് മുൻപിൽ മുഴങ്ങിക്കേട്ട സ്തുതിഗീതങ്ങളിൽ സംപ്രീതനായി കണ്ണു തുറന്ന് സനകാദികളെ ദർശിച്ചു. അതിരറ്റ കാരുണ്യത്തോടെ ശിവശങ്കരൻ അവരുടെ ആഗമനോദ്ദേശം ആരാഞ്ഞു. അങ്ങനെ ഈ സനൽകുമാരന്മാർ എന്ത് ചെയ്യുകയാണ്? കൈലാസത്തിൽ എത്തിയതോടുകൂടി തന്നെ ആ ശിവഭഗവാനെ കാണുന്നതോടുകൂടി തന്നെ അവർ വളരെയധികം ആനന്ദത്തിലാവുകയും അങ്ങനെ ശിവനാമങ്ങൾ, ഓം നമഃശിവായ നാമങ്ങൾ, ഹരഹര മഹാദേവ നാമങ്ങൾ, അങ്ങനെ ഭഗവാന്റെ നാമങ്ങളെല്ലാം ഇങ്ങനെ ഉച്ചരിക്കുകയാണ്. ഇത് കാണുന്ന ശിവഭഗവാൻ പെട്ടെന്ന് തന്നെ തൻ്റെ നയനങ്ങൾ തുറക്കുകയാണ്. എന്നിട്ട് ശിവഭഗവാൻ ആ സനകാദി പുത്രന്മാരോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ ആഗമനോദ്ദേശം എന്ന് ആരായുകയാണ്. ഭക്തവത്സലനായ ശ്രീ പരമേശ്വരന്റെ കാരുണ്യപൂർവ്വമുള്ള വാക്കുകൾ ശ്രവിച്ചപ്പോൾ തന്നെ മഹർഷിമാരുടെ ഉള്ളം തണുത്തു. പരമ്പൊരുളായ ഭഗവാന്റെ മുൻപിൽ കൈകൂപ്പി നിൽക്കാൻ കഴിയുന്നത് തന്നെ ബ്രഹ്മാനന്ദം പകരുന്നു. അപ്പോൾ പിന്നെ തങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഭഗവത് സന്നിധിയിൽ നിന്ന് ആശ്വാസവചനങ്ങൾ കൂടി ശ്രവിക്കാൻ സാധിച്ചാൽ അതിൽ പരം പുണ്യം മറ്റെന്തുണ്ടെന്ന് ഒരു നിമിഷം അവർ ആലോചിച്ചു പോയി. അറിയാ കാരണങ്ങൾ തങ്ങൾക്കു നഷ്ടപ്പെട്ട സ്വാസ്ഥ്യം വീണ്ടെടുത്തു തരണമെന്ന് ഒടുവിൽ അവർ ഭഗവാനോട് ഉണർത്തിച്ചു.
അപ്പോൾ എന്താണ് ഭഗവാൻ ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ആഗമനോദ്ദേശം, നിങ്ങൾക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോ ഈ സനൽകുമാരന്മാർ കുറച്ചു സമയം വളരെയധികം എന്ത് പറയാ ഇത് കേട്ടിട്ട് കൂടി ഒരു മറുപടി കൊടുക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പിന്നീട് പറയുകയാണ്, തങ്ങൾക്ക് തപസ്സില്, അതായത് തങ്ങളുടെ ഭഗവത് സന്നിധിയില് എന്താണ് വേണ്ടത്, തപസ് അനുഷ്ഠിക്കുമ്പോൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്വാസ്ഥ്യം, അതായത് സ്വസ്ഥത. ഇപ്പൊ നമ്മളൊരു തപസ് അനുഷ്ഠിക്കുന്ന സമയത്ത് നമുക്ക് സ്വസ്ഥത വേണം അല്ലേ, ആ ഒരു സമാധാനം, ആ ഒരു കോൺസെൻട്രേഷൻ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തപസ് അനുഷ്ഠിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പൊ ആ ഒരു തപസ് അനുഷ്ഠിക്കാനുള്ള ആ ഒരു ഇത് തരണമെന്ന്, അതിനുള്ള ഒരു സ്വാസ്ഥ്യം നമുക്ക് ഉണ്ടാക്കി തരണമെന്നുള്ള കാര്യം ഈ സനൽകുമാരന്മാര് ഭഗവാൻ മഹാദേവനോട് പറയുകയാണ്. മഹർഷിമാരുടെ ദേവനങ്ങൾ കേൾക്കാൻ ഉദാര മനസ്കനായി കാതോർത്തിരുന്ന ശിവശങ്കരനോട് സനകൻ പറഞ്ഞു, ലോകകാരണനായ ഭഗവാനെ, സർവജ്ഞനെന്ന് അഹങ്കരിച്ചിരിക്കുന്ന അടിയങ്ങൾക്ക് ജ്ഞാനപ്പൊരുളായ അവിടുത്തെ തിരുമുമ്പിൽ നിൽക്കുമ്പോഴാണ് യഥാർത്ഥ ജ്ഞാനോദയം സിദ്ധിക്കുന്നത്. വേദശാസ്ത്രങ്ങളും പുരാണ ഇതിഹാസങ്ങളും തത്വങ്ങൾ ഉര ചെയ്യുന്ന മറ്റനവധി ഗ്രന്ഥങ്ങളും ഗ്രഹിച്ചിട്ടുള്ള അടിയങ്ങൾക്ക് ഇപ്പോഴും വാരിധിയിൽ തിരകൾ എന്ന പോലെ ഉള്ളിൽ സംശയങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പരമമായി ജ്ഞാനം ഉപദേശിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കാൻ കനിവുണ്ടാകണം. അപ്പോ ഈ സനൽകുമാരൻ പറയുകയാണ്, ഞങ്ങൾക്ക് ജ്ഞാനം എന്നത് വളരെയധികം ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് ജ്ഞാനം ഉപദേശിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മഹാദേവനോട് സനൽകുമാരന്മാര് ആവശ്യപ്പെടുന്നത്. സനകൻ പറഞ്ഞതിന് പൂരകമായി സനാതനും സനന്ദനും സനൽകുമാരനും ഉചിതമാംവിധം തങ്ങളുടെ മനക്ലേശങ്ങളെ ഭഗവാനു മുൻപിൽ ധരിപ്പിച്ചു. അഹംഭാവം അടിയറ വെച്ച് മനസ്സു നൊന്ത് തനിക്ക് മുമ്പിൽ വണങ്ങി നിൽക്കുന്ന സനകാദികളെ ശ്രീ പരമേശ്വരൻ നിറഞ്ഞ വാത്സല്യത്തോടെ വീക്ഷിച്ചു. ആശ്രിത വത്സലനും ക്ഷിപ്രപ്രസാദിയുമാണല്ലോ ഭഗവാൻ. അദ്ദേഹം മഹർഷിമാർക്ക് ജ്ഞാനോപദേശം നൽകാൻ തീർച്ചപ്പെടുത്തി. താൻ പറയുന്നത് വരെ മറ്റാരെയും കൈലാസ സന്നിധിയിലേക്ക് കടത്തിവിടരുതെന്ന് നന്ദികേശിനെ ചട്ടം കെട്ടി ശ്രീശങ്കരൻ സനകാദി മഹർഷിമാരെ തനിക്ക് മുമ്പിൽ ആസനസ്ഥരാക്കി. അദ്ദേഹം ശിവകാമ സൂത്രങ്ങളിലെ അതീവ ഗഹനങ്ങളായ കർമ്മം, ക്രിയ, യോഗം എന്നീ മുപ്പാദങ്ങളെയും സവിസ്തരം വിവരിച്ചു കൊടുത്തു. സനകാദികളാകട്ടെ ആ അസുലഭ അവസരം മുതലെടുത്തുകൊണ്ട് പരമസത്യത്തിലേക്കുള്ള മാർഗത്തിൽ തങ്ങൾ കാണാതെ പോയതും അറിയാതെ പോയതുമായ ജ്ഞാനഖണ്ഡങ്ങൾ ഓരോന്നും ആ തിരുവായ്മൊഴിയിൽ നിന്ന് കേട്ടറിഞ്ഞുകൊണ്ടുമിരുന്നു. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്യുകയാണ്, സനകാദി മുനിമാരെ എല്ലാം അവിടെ ഇരുത്തുകയാണ്. എന്നിട്ട് നന്ദികേശനോട് പറയുകയാണ്, ഇവിടേക്ക് ആരെയും കടത്തിവിടരുത് എന്ന് പറയുകയാണ്. എന്നിട്ട് ജ്ഞാനോപദേശം കൊടുക്കുകയാണ്. ഈ പറഞ്ഞിട്ടുള്ള ശിവകാമസൂത്രത്തിലെ അതീവ രഹസ്യമായിട്ടുള്ള അതീവ ഗഹനങ്ങളായിട്ടുള്ള കർമ്മ, ക്രിയ, യോഗം എന്നീ മുപ്പാദങ്ങളെയും സവിസ്തരം വിസ്തരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കേട്ടുകൊണ്ട് ആ അസുലഭ അവസരം മുതലെടുത്തുകൊണ്ട് പരമസത്യത്തിലേക്കുള്ള മാർഗത്തിൽ തങ്ങൾ കാണാതെ പോയതും അറിയാതെ പോയതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ സനകാദി മുനിമാര് അറിയുകയാണ്. ചോദ്യങ്ങളും സംശയ നിവാരണങ്ങളും അനസ്യൂതം തുടർന്നു. ഒടുവിൽ ജ്ഞാനപാദ മഹാത്മ്യങ്ങൾ അറിയുവാൻ തങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് അവർ ഉണർത്തിച്ചു. ഇത് കേട്ട് മഹർഷിമാരുടെ ജ്ഞാനതൃഷ്ണയെ ഭഗവാൻ അഭിനന്ദിച്ചു. എന്നാൽ വാക്കുകളാൽ വിവരിക്കുവാൻ അസാധ്യമായതാണ് അവർ ആവശ്യപ്പെടുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു. അപ്പോ ഇവർ പറയുന്നത് ജ്ഞാനപാദ മഹാത്മ്യങ്ങൾ അറിയുവാൻ, അപ്പൊ ജ്ഞാനപാദ മഹാത്മ്യങ്ങളും കൂടി അറിയുവാനുള്ള ആഗ്രഹം ആ മുനിമാര് പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ അത് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല, അത് കുറച്ചുകൂടി ഇതായിട്ടുള്ള കാര്യം, രഹസ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് വാക്കുകളാൽ വിവരിക്കാൻ സാധിക്കുകയില്ല എന്ന് ശിവഭഗവാൻ അവരോട് പറയുകയാണ്. അവർ ആവശ്യപ്പെടുന്നതെന്ന് അദ്ദേഹം അറിയിക്കുകയാണ്. അതായത് വാക്കുകളാൽ വിവരിക്കുവാൻ അസാധ്യമായതാണ് അവർ ആവശ്യപ്പെടുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു. മൗനം ആചരിച്ച് മുദ്രകളിലൂടെ പകരേണ്ടതാണ് ജ്ഞാനപാദം. ജ്ഞാനപീയൂഷം നുകരാൻ ഭഗവാനെ തന്നെ സാഗൂതം ഉറ്റുനോക്കിയിരിക്കുന്ന മഹർഷിമാർക്ക് മുൻപിൽ ആ വിശ്വേകമൂർത്തി നിശ്ചലനായി യോഗഭാവത്തിലിരുന്നു. 1000 അർദ്ധതലങ്ങൾ സ്ഫുരിക്കുന്ന മൗനം തിരുമുഖത്ത് കളിയാടി. തുടർന്ന് ആ തൃക്കൈ വിരലുകൾ അയക്കുന്ന നുകർന്നുകൊണ്ടിരിക്കുന്ന സനകാദികളാകട്ടെ വയോധികരായിട്ട് മാറുന്ന ആ ഒരു അവസ്ഥയിൽ കാണപ്പെടുകയാണ്. ത്രിലോകങ്ങളെയും കീഴടക്കി വാണരുളുന്ന ശൂരപത്മാസുരന്റെ ദുർഭരണം നാൾക്കുനാൾ അസഹ്യമായി വന്നു. ദേവന്മാരും ഭൂലോകവാസികളും അവന്റെ നീതിരഹിതമായ അക്രമങ്ങൾക്ക് ഇരയായി.
ശൂരപത്മാസുരനും മന്ത്രിമുഖ്യനായ ധർമ്മകോപനും കൂടി ദേവന്മാരെ വിചാരണ ചെയ്യാൻ തുടങ്ങി. അവർ സൂര്യചന്ദ്രന്മാരെയും യമദേവനെയും പരിഹസിച്ചും ഭയപ്പെടുത്തിയും വിനോദിച്ചു. അസുര സാമ്രാജ്യത്തിനുള്ളിൽ സൂര്യതാപം ഏൽക്കരുതെന്ന് ധർമ്മകോപൻ നിർദ്ദേശിച്ചു. ഭയസംഭ്രമങ്ങളോടെ സൂര്യദേവൻ ഓടിമറഞ്ഞു. അടുത്തത് ചന്ദ്രന്റെ ഊഴമായിരുന്നു. അത്രി മഹർഷിയുടെയും അനസൂയാദേവിയുടെയും പുത്രനായ ചന്ദ്രനോട് തന്റെ സാമ്രാജ്യത്തിൽ ഇനി വൃദ്ധിക്ഷയങ്ങൾ പാടില്ലെന്നായിരുന്നു അസുരരാജന്റെ കൽപ്പന. അപ്പോ എന്ത് ചെയ്യണം, ഇവിടെ ആ സമയത്ത് തന്നെ ഈ ശൂരപത്മാസുരൻ വളരെയധികം ദുഷ്ടനായിട്ട് വരികയാണ്. അങ്ങനെ ഈ ശൂരപത്മാസുരൻ എന്ത് ചെയ്യുകയാണ്, ത്രിലോകങ്ങളും അടക്കി വാഴുകയാണ്. എന്നിട്ട് ദേവന്മാരെയും അതുപോലെ തന്നെ ചന്ദ്രനെയും സൂര്യനെയും ഒക്കെ വളരെയധികം ഉപദ്രവിക്കുകയാണ്. ദേവന്മാരെയൊക്കെ വളരെയധികം ഉപദ്രവിക്കുകയാണ്. അങ്ങനെ ദേവലോകങ്ങളൊക്കെ അവൻ കൈയടക്കുകയാണ്. എന്നിട്ട് ചന്ദ്രനോട് ഒരു കാര്യം പറയുകയാണ്, ഇനി മുതൽ നിനക്ക് വൃദ്ധിക്ഷയം സംഭവിക്കരുത്, ഇനി മുതൽ ഈ ചന്ദ്രലോകത്ത് വൃദ്ധിക്ഷയം സംഭവിക്കരുത് എന്നുള്ള ഒരു കാര്യം പറയണം. അപ്പൊ ചന്ദ്രന്റെ അമ്മയും അച്ഛനും ആരാണ്? അത്രി മഹർഷിയുടെയും അനസൂയാദേവിയുടെയും പുത്രനായ ചന്ദ്രനോട് അവർ പറയുകയാണ്, എന്താണ് പറയുന്നത്, തന്റെ സാമ്രാജ്യത്തിൽ ഇനി വൃദ്ധിക്ഷയങ്ങൾ പാടില്ലെന്നായിരുന്നു അസുരരാജന്റെ കൽപ്പന. അതായത് ചന്ദ്രഭഗവാന് വൃദ്ധിക്ഷയം സംഭവിക്കുമല്ലോ. ഓരോ പൗർണമി കഴിയുന്തോറും ഓരോ വൃദ്ധിക്ഷയങ്ങൾ സംഭവിച്ച് ചെറുതാവും. പിന്നീട് ആ പൗർണമി ആകുമ്പോൾ അത് വലുതായി വലിയൊരു ചന്ദ്രനായി മാറി. ഇതാണ് ആ ഒരു ഇത് ഉണ്ട് ചന്ദ്രന്. അപ്പൊ അത് നിന്റെ ചന്ദ്രഗ്രഹത്തിൽ ഇനി ഉണ്ടാവരുത് എന്നാണ് ആര് പറയുന്നത്? ഈ അസുരന്റെ കൽപ്പന. ചന്ദ്രനോട് തന്റെ സാമ്രാജ്യത്തിൽ ഇങ്ങനെയുള്ള ഒരു വൃദ്ധിക്ഷയം പാടില്ല എന്നുള്ളതാണ് ആരുടെ കൽപ്പന? ഈ ശൂരപത്മാസുരന്റെ കൽപ്പന എന്ന് പറയുന്നത്. കാഴ്ചയ്ക്ക് ഭയങ്കരനായ യമധർമ്മന് യഥാകാലം ജീവരാശികളുടെ പ്രാണൻ അപഹരിക്കുകയാണല്ലോ ജോലി. എന്നാൽ തന്റെ വാഴ്ച ത്രിലോകങ്ങളിലും നിലനിൽക്കുന്ന കാലത്തോളം യമധർമ്മൻ ആരുടെയും പ്രാണൻ എടുക്കാൻ പാടില്ലെന്ന് ശൂരപത്മാസുരൻ നിർദ്ദേശിച്ചു. എന്നിട്ട് പിന്നെ ഈ ശൂരപത്മാസുരൻ എന്താണ് നിർദ്ദേശിക്കുന്നത്? യമഭഗവാനോട് പറയുകയാണ്, താൻ ഇവിടെ ഭരണം നടത്തുന്നിടത്തോളം കാലം മറ്റുള്ളവരുടെ ആരുടെയും ജീവൻ, അതായത് പ്രാണൻ എടുക്കാനുള്ള അധികാരം നിനക്കില്ല എന്ന് പറഞ്ഞ് അത് എടുക്കാൻ സാധിക്കില്ല, എടുക്കരുതെന്ന് ആരോട് പറയുകയാണ്? യമധർമ്മനോട് പറയുകയാണ്. യമധർമ്മൻ നിഷ്ക്രമിച്ചപ്പോൾ ചക്രവർത്തിയായ ദേവേന്ദ്രൻ ശൂരപത്മാസുരനും ധർമ്മകോപനും മുമ്പിലേക്ക് വിളിക്കപ്പെട്ടു. പരിഹാസ വചനങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്ത ശേഷം ദേവേന്ദ്രനെ സമുദ്രത്തിൽ നിന്നും മീൻ പിടിച്ച് അസുരഭവനങ്ങളിൽ വിതരണം ചെയ്യാൻ നിയോഗിച്ചു. ദേവരാജൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ദേവലോകം ഇപ്പോൾ അസുരരാജന്റെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. അവിടെ അയാളുടെ ഇച്ഛയെ നടക്കൂ. ദേവേന്ദ്രൻ ഉൾപ്പെടെ സകല ദേവന്മാരും അസുരന്മാർക്ക് വിടുപണി ചെയ്യണം. എന്നിട്ട് ഈ ദുഷ്ടനായിട്ടുള്ള ശൂരപത്മാസുരൻ എന്ത് പറയുകയാണ്? ദേവേന്ദ്രനോട് പറയുകയാണ്, പോയി മീനൊക്കെ പിടിച്ചിട്ട് എന്ത് ചെയ്യണം? അസുരന്മാരുടെ ഭവനങ്ങളിൽ കൊണ്ടുപോയി വിതരണം ചെയ്യാൻ പറയുകയാണ്. പിന്നീട് എന്താണ് പറയുന്നത്? ദേവലോകം അസുരന്മാരുടെ പിടിയിൽ അമർന്നിരിക്കുന്നത് കൊണ്ട് അയാളുടെ ഇച്ഛ മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ദേവേന്ദ്രൻ ഉൾപ്പെടെ സകല ദേവന്മാരും അസുരന്മാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വിടുപണി ചെയ്യണം. അസുരന്മാർക്ക് വേണ്ടിയിട്ട് വിടുപണി ചെയ്യണമെന്ന് പറയുകയാണ്. ദേവേന്ദ്രന് ശേഷം അസുരരാജനു മുമ്പിൽ ഹാജരാക്കപ്പെട്ടത് അഗ്നിദേവനായിരുന്നു. അസുരഭവനങ്ങളിലെ പാചകപ്പുരകളിൽ വിറകരിക്കുന്ന ജോലിയാണ് ദേവന് ലഭിച്ചത്. ആരോട് പരാതിപ്പെടാൻ? അനുസരിക്കുക തന്നെ. ദുഃഖിതനും അപമാനിതനുമായ അഗ്നിദേവൻ വിചാരണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. തുടർന്ന് അവിടേക്ക് നയിക്കപ്പെട്ട ബ്രഹ്മദേവനും കണക്കിന് പരിഹാസം ഏറ്റുവാങ്ങി. എന്നാൽ അസുരവംശത്തിന്റെ മുതുമുത്തച്ഛനായ മരീചിയുടെ പിതാവെന്ന പരിഗണനയിൽ ശൂരപത്മാസുരൻ ബ്രഹ്മദേവനെ അധികം ഉപദ്രവിച്ചില്ല. അസുരഭവനങ്ങളിൽ ജ്യോതിഷ സംബന്ധമായ ജോലികൾ ചെയ്ത് നാൾ കഴിച്ചുകൊള്ളാൻ അയാൾ ബ്രഹ്മദേവനോട് ആവശ്യപ്പെട്ടു. അപ്പോ ഈ അസുരൻ എന്ത് ചെയ്യുകയാണ്? പിന്നെ അഗ്നിദേവനോട് എന്ത് പറയുകയാണ്? അസുരന്മാരുടെ പാചകപുരയിലെല്ലാം അഗ്നി കൊളുത്താൻ വേണ്ടിയിട്ട് പറയുകയാണ്. അതുപോലെ ബ്രഹ്മദേവൻ തടയാൻ വന്നപ്പോൾ ബ്രഹ്മദേവനോട് എന്ത് പറയുകയാണ്? അവിടെ വന്നിട്ട് അവരുടെ മുതുമുത്തശ്ശനായ മരീചിയുടെ പിതാവെന്ന പരിഗണന കൊണ്ട് ശൂരപത്മാസുരൻ ബ്രഹ്മദേവനെ അധികം ഉപദ്രവിച്ചില്ല. എന്നാൽ എന്ത് പറയുകയാണ്? അസുരഭവനങ്ങളിൽ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ജോലികൾ ചെയ്ത് നാള് കഴിക്കാനാണ് ബ്രഹ്മദേവനോട് ഈ ശൂരപത്മാസുരൻ പറയുന്നത്.
ഇപ്രകാരം ദേവലോകത്തെ ചെറുതും വലുതുമായ ദേവകൾക്ക് തന്റെ ഇച്ഛ പോലെ ഓരോ ജോലികൾ കൽപ്പിച്ചു കൊടുത്തും അവരുടെ ദൈന്യതയിൽ അത്യധികം സന്തോഷിച്ചും വിരാജിക്കുകയാണ് ശൂരപത്മാസുരൻ. അപ്പോൾ എന്ത് ക്രൂരതയാണല്ലേ ഈ ശൂരപത്മാസുരൻ ചെയ്യുന്നത്? അതായത് ദേവന്മാരെല്ലാം അടിമയാക്കി വെക്കുന്നു. ദേവന്മാർക്ക് എത്രയോ വലിയ ജോലിയാണുള്ളത് അല്ലെ. അവരാണ് ഈ പ്രപഞ്ചം മുഴുവൻ. അവർ അഗ്നിദേവനായാലും അഗ്നിദേവന്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ബ്രഹ്മദേവനാണെങ്കിൽ സൃഷ്ടി നടത്തുന്ന ആളാണ്. യമധർമ്മനാണെങ്കിൽ പിന്നെ വയസ്സായവരെ കൊണ്ടുപോകുന്ന ജോലിയാണ്. അപ്പൊ ഇങ്ങനെ എല്ലാവർക്കും ഓരോ കർമ്മങ്ങളുണ്ട്. അപ്പൊ ഈ കർമ്മങ്ങളെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ അസുരന്മാർക്ക് സേവ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ അസുരന്മാരുടെ വിടുപണി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ദേവന്മാരെ എല്ലാം ഈ അസുരന്മാരെ പിടിച്ചു വച്ചിരിക്കുകയാണ്. ശൂരപത്മാസുരൻ ഉദയകാലത്ത് തെക്കുദിക്കിലുള്ള ധീര മഹേന്ദ്രപുരിയിലാണ് ദേവന്മാർ അടിമപ്പണി ചെയ്യേണ്ടത്. അപ്പോൾ എന്നിട്ട് പറയുകയാണ്, ഉദയകാലത്ത് തെക്ക് ദിക്കിലുള്ള ധീര മഹേന്ദ്രപുരിയിലാണ് ദേവന്മാർ അടിമപ്പണി ചെയ്യേണ്ടതെന്ന് പറയുകയാണ്. മധ്യാഗ്ന വേളയിലാവട്ടെ താരകാസുരന്റെ ആസ്ഥാന നഗരമായ മായാപുരിയിൽ എത്തണം അവർ. സായാഹ്നത്തിൽ സിംഹമുഖാസുരൻ വസിക്കുന്ന അസുരപുരിയിലാണ് ദേവന്മാർ ദാസ്യവൃത്തി ചെയ്യേണ്ടത്. രാപകലില്ലാതെ അസുരന്മാർക്ക് വിടുപണി ചെയ്ത് വലഞ്ഞ ദേവന്മാർ ഇതിന് ഒരു അവസാനം കാണാൻ ഉത്കടമായി ആഗ്രഹിച്ചു. ദേവരാജനായ ദേവേന്ദ്രന് പോലും അസുരന്മാരുടെ ക്രൂരതയിൽ ഗത്യന്തരമില്ലാതായി. അദ്ദേഹം പത്നിയായ ഇന്ദ്രാണിയും ഒത്ത് മഹാമേരു പർവ്വതത്തിൽ പോയി ഒളിച്ചു. ശൂരപത്മാസുര പുത്രനായ ഭാനുഗോപൻ ദേവലോകം ആക്രമിച്ച് കീഴടക്കിയതോടെ ദേവന്മാരുടെ സ്ഥിതി കൂടുതൽ പരുങ്ങലിലായി. ദേവേന്ദ്രപുത്രനായ ജയന്തൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. ഒടുവിൽ ദേവന്മാരെല്ലാവരും ചേർന്ന് ശ്രീ പരമേശ്വരനെ ധ്യാനിച്ച് പ്രസാദിപ്പിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാനാകൂ എന്ന് നിശ്ചയിച്ചു. മഹാമേരു പർവ്വതത്തിൽ ഒളിവിൽ കഴിയുന്ന ദേവേന്ദ്രൻ തന്നെ ശിവശങ്കരനെ ധ്യാനിച്ച് കഠിന വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി തപസ് ആരംഭിച്ചു. ദീർഘനാളത്തെ തപസ്സിനൊടുവിൽ ഭക്തവത്സലനായ ശ്രീ പരമേശ്വരൻ ദേവരാജന് മുന്നിൽ പ്രത്യക്ഷനായി. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? ദേവന്മാരുടെ തന്നെ പുത്രന്മാരെയൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ പലതരത്തിലുള്ള ദ്രോഹമാണ് ദേവന്മാരോട് ചെയ്യുന്നത് ഈ അസുരന്മാർ. അങ്ങനെ അവസാനം ഇവര് ശിവഭഗവാനെ തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അവരെല്ലാവരും കൂടി ചേർന്ന് ശിവഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ശിവഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് തങ്ങളുടെ പ്രശ്നങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒരു അവസാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവര് ശിവഭഗവാനെ മനസ്സാൽ പ്രാർത്ഥിക്കുകയാണ്. ആശ്രയം മറ്റവന് മുമ്പിൽ നവപ്രതീക്ഷ എന്ന പോലെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന കാരുണ്യരൂപനെ കണ്ടപ്പോൾ തന്നെ ദേവേന്ദ്രന് പുതിയൊരു ഉണർവുണ്ടായി. അദ്ദേഹം ശിവശങ്കരനോട് പറഞ്ഞു, മഹാദേവ, അഭയം നൽകിയാലും ശൂരപത്മാസുരന്റെ നേതൃത്വത്തിൽ അസുരകുലം ഒന്നുചേർന്ന് 3 ലോകങ്ങളും കീഴടക്കി എങ്ങും ഭീതി വിതച്ച് ഭരണം നടത്തുന്നത് അങ്ങ് അറിഞ്ഞിരിക്കുമല്ലോ. സകല പ്രതാപശ്യങ്ങളോടെയും വാണിരിക്കുന്ന ദേവന്മാർ ഇപ്പോൾ അസുര പരീക്ഷകൾക്ക് ദാസ്യവൃത്തി ചെയ്തും അവരെ ഭയന്നും കഴിയേണ്ട ഗതികേടിലാണ്. അമരാവതി നഗരം അവർ അഗ്നിക്കിരയാക്കി നശിപ്പിച്ചു. ജയന്തകുമാരൻ ഇപ്പോൾ അവരുടെ തടവറയിൽ പീഡനങ്ങൾ അനുഭവിക്കുകയാണ്. ദുഃഖിതരും അപമാനിതരുമായ ദേവന്മാർക്ക് അവിടുത്തെ പാദങ്ങളല്ലാതെ മറ്റൊരു ശരണമില്ല. കരുണാസാഗരമായ അവിടുത്തെ മനസ്സ് ഞങ്ങളുടെ സങ്കടങ്ങൾ കണ്ടറിഞ്ഞ് വേണ്ട പരിഹാരം ഉണ്ടാക്കി തരുമാറാകണേ. ദേവേന്ദ്രന്റെ ദീനമായ അപേക്ഷ കേട്ട് ശ്രീ പരമേശ്വരൻ ചിന്താകുലനായി. അപ്പോൾ ദേവേന്ദ്രൻ പറയുകയാണ്, ഈ ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരെ കാരണം ദേവന്മാരെല്ലാവരും തന്നെ ഈ അസുരന്മാരുടെ വിടുപണിയൊക്കെ ചെയ്യുകയാണ്. ഈ അസുരന്മാരെ അധികാരം എടുത്ത് നമ്മുടെ കർമ്മങ്ങളിൽ നിന്ന് നമ്മളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വിടുപണി ചെയ്യുന്ന ജോലിയാണ് നാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ ദേവന്മാരെ എല്ലാവരെയും രക്ഷിക്കണേ മഹാദേവ എന്നിങ്ങനെ ദേവന്മാർ മഹാദേവനോട് പ്രാർത്ഥിക്കുകയാണ്. ദേവേന്ദ്രന്റെ ദീനമായ അപേക്ഷ കേട്ട് ശ്രീ പരമേശ്വരൻ ചിന്താകുലനായി. ദേവേന്ദ്രനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ദേവേന്ദ്ര, ദേവനായാലും മനുഷ്യരായാലും അവർക്ക് കർമ്മഫലത്തിൽ നിന്നും മോചനമില്ല. തെറ്റു ചെയ്യുന്നവർക്ക് ശിക്ഷ ലഭിക്കുകയെന്നത് പ്രകൃതി നിയമമത്രേ. പൂർവ്വകാലത്ത് നമ്മെ അധിക്ഷേപിച്ച് യാഗം നടത്തിയ ദക്ഷന്റെ ക്ഷണം അനുസരിച്ച് യജ്ഞവേദിയിൽ അങ്ങും കൂട്ടരും പോയിരുന്നല്ലോ. അനുചിതമായി അന്ന് യാഗഗർഭാഗം കൈക്കൊണ്ടതിന് അനുഭവിക്കേണ്ടിയിരുന്ന ശിക്ഷയാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ. കർമ്മഫലത്തിൽ നിന്ന് മോചനം നേടാൻ സാക്ഷാൽ ഈശ്വരന്മാർക്ക് പോലും കഴിയുകയില്ല. അപ്പൊ മഹാദേവൻ പറയുകയാണ്,
ആ ദേവന്മാർക്കായാലും അസുരന്മാർക്കായാലും മനുഷ്യർക്കായാലും ആർക്കായാലും ശരി തന്നെ, എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ തീർച്ചയായിട്ടും ആ ജന്മത്തിൽ തന്നെ അവർക്ക് എന്നായാലും അനുഭവിക്കേണ്ടതാണ്, അനുഭവവേദ്യമാക്കേണ്ടതാണ്. അത് നിങ്ങളൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ദക്ഷന്റെ യാഗം നടന്ന സമയത്ത് സതീദേവി അവിടെ മരണപ്പെട്ട സമയത്ത് ഈ ദേവന്മാരെല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ദേവന്മാർ ആ സമയത്ത് ഒന്നും ഉരിയാടാതെയാണ് ഇരുന്നത്. അത്രയും ദേവി അപമാനിക്കപ്പെട്ട സമയത്ത് ദേവന്മാർ പോലും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ആ യാഗത്തിൽ അവർ പങ്കുകൊണ്ടു. അപ്പൊ അതവർ ചെയ്ത ഒരു തെറ്റാണ്. അതുകൊണ്ട് ഈ ദേവന്മാർ ചെയ്ത തെറ്റിനുള്ള ഫലം അതിന്റെ കർമ്മഫലം അനുഭവിച്ചേ മതിയാവുകയുള്ളൂ എന്നാണ് മഹാദേവൻ ആ ദേവനോട് പറയുന്നത്, ഇന്ദ്രദേവനോട് പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാന്നുള്ളത് ഇത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാം എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കർമ്മഫലം നമ്മൾ എന്നായാലും അനുഭവിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത് കാര്യം അതാണ്. ചിലപ്പോൾ ചെറുപ്പത്തിൽ നമുക്ക് അനുഭവിച്ചില്ലെങ്കിൽ വയസ്സുകാലത്തായിരിക്കും ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ ജന്മം അനുഭവിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത ഒരു ജന്മം എടുത്ത് വന്നിട്ട് നമുക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് തെറ്റായിട്ടുള്ള കർമ്മങ്ങൾ ആരും ചെയ്യാതിരിക്കുക, നേർവഴിയെ സഞ്ചരിക്കുക, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ തെറ്റിലേക്ക് കൂടുതലായി പോവാതെ ആ ഭഗവത് നാമങ്ങൾ ജപിച്ച പ്രായച്ചിത്തങ്ങളൊക്കെ ചെയ്ത്, എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രായച്ചിത്തങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവാൻ പറയുന്നത് അതുകൊണ്ടാണ്. തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാതിരിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇന്ന് നമുക്ക് ചെറുപ്പമാണ്, നമ്മൾ വളരെയധികം സൗന്ദര്യമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ധനം ഉണ്ടായിരിക്കും. അപ്പൊ ഇതിലൊക്കെ നമ്മൾ അഹങ്കരിച്ച് ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്റെ ഫലം നമുക്ക് വയസ്സാവുന്ന സമയത്തായിരിക്കും ചിലർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അതാണ് ചിലരൊക്കെ വയസ്സായി കഴിഞ്ഞാലും അവര് ഇങ്ങനെ ഒരു കിടന്ന കിടപ്പിലേ കിടക്കും, അങ്ങനെ പല രീതിയിലുള്ള അവസ്ഥ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഈ പറയുന്ന ഈ യൗവനവും സൗന്ദര്യം ഇതെന്നൊക്കെ പറയുന്നത് നമുക്ക് എന്നും നിലനിൽക്കുന്ന കാര്യമല്ല അല്ലേ. എന്നായാലും ഒരു ദിവസം നമ്മൾ വയസ്സായേ മതിയാവുകയുള്ളൂ. എന്നായാലും ഒരു ദിവസം നമ്മുടെ മുത്തശ്ശിമാരെ പോലെയൊക്കെ അല്ലെങ്കിൽ മുത്തശ്ശന്മാരെ പോലെയൊക്കെ വയസ്സായ ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷ ചിലപ്പോൾ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ അനുഭവിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നാം തെറ്റായിട്ടുള്ള കർമ്മങ്ങൾ ചെറുപ്പത്തിൽ നമ്മൾ തെറ്റായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക, നല്ല കർമ്മങ്ങൾ കഴിയുമെങ്കിൽ സൽക്കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യാന്നുള്ളതാണ്. എന്നിട്ട് തെറ്റായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ആരെന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദേവന്മാരായിക്കോട്ടെ അസുരന്മാരായിക്കോട്ടെ മനുഷ്യരായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം എപ്പോഴായാലും അത് അനുഭവവേദ്യമായിക്കേ മതിയാവുകയുള്ളൂ, അത് അനുഭവിച്ചേ മതിയാവുകയുള്ളൂ. അതുപോലെ ദക്ഷന്റെ യാഗത്തിൽ പങ്കെടുത്തു എന്നുള്ളൊരു തെറ്റ് നിങ്ങൾ ചെയ്തു, ആ സമയത്ത് മൗനമായിരുന്നു. സതീദേവി മരണപ്പെട്ട സമയത്തും നിങ്ങൾ ആത്മഹൂതി ചെയ്ത സമയത്തും മൗനമായിരുന്നു. ഇതും നിങ്ങൾ ദേവന്മാർ ചെയ്ത തെറ്റാണ്. അതുകൊണ്ട് തന്നെ ആ തെറ്റിന്റെ ഫലം നിങ്ങൾ അനുഭവിച്ചേ മതിയാവുകയുള്ളൂ എന്ന് മഹാദേവൻ ദേവന്മാരോട് പറയുകയാണ്. ഭഗവാന്റെ വാക്കുകൾ കേട്ട് അത്യന്തം ദീനനായി തീർന്നു ദേവേന്ദ്രൻ എന്ന് പറയേണ്ടതില്ലല്ലോ. താനും കൂട്ടരും അകപ്പെട്ടിരിക്കുന്ന ദുർവിധിയിൽ നിന്ന് മോചനം നേടാൻ ഒരു മാർഗവുമില്ല എന്ന് ദീനമായി ചോദിക്കും വിധം അദ്ദേഹം ഭഗവാന്റെ നേർക്ക് കണ്ണുകൾ ഉയർത്തി കൈകൂപ്പി നിന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ദേവരാജൻ അങ്ങ് ദുഃഖിക്കേണ്ട, നാം ഇതിന് പരിഹാരം കാണുന്നുണ്ട്. ഏറെ നാളായി ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചു പോരുന്ന നിങ്ങൾക്ക് മോചനം ലഭിക്കാൻ അധികം കാത്തിരിക്കേണ്ടി വരില്ല. വൈകാതെ തന്നെ നമുക്കൊരു കുമാരൻ പിറക്കും. അവൻ ശൂരപത്മാദി അസുരന്മാരെ നിഗ്രഹിക്കുന്നതിനും ദേവന്മാർക്കും മഹർഷിമാർക്കും മോചനം നൽകുന്നതിനുമായാണ് അവതരിക്കുന്നത്. ഈ അരുളപ്പാട് കേട്ട് ദേവേന്ദ്രൻ അത്യധികം സന്തോഷിച്ചു. എന്നാൽ തങ്ങൾക്ക് ശുഭകരമായി ഭവിക്കുന്ന കുമാരസംഭവം എപ്പോഴാണ് ഉണ്ടാകുകയെന്ന കാര്യത്തിന് അദ്ദേഹത്തിന് ഉത്കണ്ഠയുണ്ടായിരുന്നു. ശിവപത്നി പദപ്രാപ്തിക്കായി ഹിമവൽ പുത്രി തപസ്സനുഷ്ഠിച്ചു പോരുന്ന വിവരം തനിക്കറിയാം. അതേസമയം ഭഗവാൻ ശിവശങ്കരനും അരയാൽ വൃക്ഷച്ചുവട്ടിൽ കൊടും തപസ്സിൽ മുഴുകി കഴിയുകയാണ്. ഇരുവരുടെയും തപസ് ഇങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ കുമാരസംഭവം സാക്ഷാത്കരിക്കപ്പെടുന്നത് എങ്ങനെ എന്നോർത്ത് അദ്ദേഹം വ്യാകുലനായി. അപ്പൊ മഹാദേവൻ പറയുകയാണ്, നിങ്ങൾക്ക് കിട്ടുന്ന ഈ ശിക്ഷയിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മോചനം ഉണ്ടാവുന്നതാണ്. അതിന് എനിക്കും എൻ്റെ പത്നിക്കും ജനിക്കുന്ന കുമാരന് മാത്രമേ, അങ്ങനെ ഒരു കുമാരൻ ജനിക്കും, ആ കുമാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണ്.
അപ്പൊ ദേവന്മാരിങ്ങനെ ചിന്തിക്കുകയാണ്, മഹാദേവൻ ഇവിടെ കൈലാസത്തിൽ ഇങ്ങനെ കഠിനമായിട്ടുള്ള തപസ്സിൽ മുഴുകിയിരിക്കുകയാണ്, അതുപോലെ തന്നെ പാർവതി ദേവി അവിടെ വനത്തിലും കഠിനമായിട്ടുള്ള തപസ്സിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ ദേവിയും തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ രണ്ടുപേരും തപസ് ചെയ്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു പുത്രൻ ജനിക്കുക എന്നാണ് ദേവന്മാര് ചിന്തിക്കുന്നത്. ശിവശക്തി സംയോഗമില്ലാതെ കുമാരസംഭവം സാധ്യവുമല്ല. അപ്പം ശിവശക്തി സംയോഗം ഇല്ലാതെ കുമാരസംഭവവും സാധ്യമല്ല. ആശയക്കുഴപ്പത്തിന് അടിമപ്പെട്ട് വ്യതചിത്തനായി തീർന്ന ദേവേന്ദ്രൻ ഇന്ദ്രാണിയെ വ്യാഴ ഭഗവാന്റെ പത്നിയുടെ സംരക്ഷണയിൽ ഏൽപ്പിച്ച് ദേവന്മാരെ കാണാൻ പുറപ്പെട്ടു. അവർ ഒരുമിച്ച് ബ്രഹ്മലോകത്ത് ചെന്ന് കുമാരസംഭവത്തെക്കുറിച്ച് ശിവശങ്കരൻ പറഞ്ഞ വാർത്ത സൃഷ്ടികർത്താവിനെ അറിയിച്ചു. എന്നാൽ ശിവപാർവതിമാർ സംഗമിക്കാത്തിടത്തോളം കാലം അങ്ങനെയൊന്നും സാധ്യമല്ലല്ലോ എന്ന തന്റെ ആശങ്കയും അദ്ദേഹം ബ്രഹ്മദേവന് മുമ്പിൽ അവതരിപ്പിച്ചു. അപ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്യുകയാണ്, ദേവേന്ദ്രൻ ഇന്ദ്രാണിയെ വ്യാഴ ഭഗവാന്റെ പത്നിയുടെ സംരക്ഷണയിൽ ഏൽപ്പിച്ചിട്ട് ദേവന്മാരെ കാണാനായിട്ട് പുറപ്പെടുകയാണ്. എന്നിട്ട് ദേവന്മാരെല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച് ദേവേന്ദ്രൻ ഒരുമിച്ച് എവിടേക്ക് പോവുകയാണ്, ബ്രഹ്മലോകത്തിലേക്ക് പോവുകയാണ്. എന്നിട്ട് ബ്രഹ്മാവിനോട് ഈ കാര്യം പറയുകയാണ്. ശിവപാർവതി സംഗമത്തെക്കുറിച്ച് ശിവഭഗവാൻ പറഞ്ഞു. പക്ഷേ ശിവഭഗവാനും പാർവതി ദേവിയും ഇപ്പോഴും തപസ്സിൽ മുഴുകി ഇരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് അവർക്ക് കുമാരൻ ഉണ്ടാവുക, എങ്ങനെയാണ് നമ്മുടെ പ്രശ്നം തീരുക എന്നുള്ള കാര്യം ബ്രഹ്മദേവനോട് ദേവേന്ദ്രനും ദേവന്മാരും ഉണർത്തിക്കുകയാണ്. ലോകകാരണനും സകലത്തിന്റെയും നിയന്താവും പരമ്പൊരുളുമാണ് ശ്രീ പരമേശ്വരൻ. അവിചാരിതമായി വന്ന് അനുഭവിച്ച വിപത്തുകൾക്കിടയിൽപ്പെട്ട് ദേവേന്ദ്രന്റെ ബുദ്ധി മന്ദീഭവിച്ചു പോയതാണ് അദ്ദേഹത്തിന്റെ ആശങ്കകൾക്ക് കാരണമെന്ന് ബ്രഹ്മദേവൻ തിരിച്ചറിഞ്ഞു. ദേവേന്ദ്രനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ബ്രഹ്മദേവൻ ഇപ്രകാരം പറഞ്ഞു. അല്ലയോ ദേവേന്ദ്ര, ശ്രീ പരമേശ്വരന്റെ തത്വം നാം അറിയുന്നു. എന്തെന്നറിയുന്നു? ആദി മധ്യാന്ത വിഹീനനായ ഭഗവാൻ എല്ലാം അറിയുന്നു. സകല ലോകത്തിനും പിതാവായിരിക്കുന്ന ശിവശങ്കരൻ പ്രകൃതി നിയമം നടപ്പാക്കുകയാണ്. അജ്ഞത കൊണ്ടോ അഹങ്കാരം കൊണ്ടോ ദക്ഷയാഗത്തിൽ നാം പങ്കെടുത്തു. മഹേശ്വരന്റെ വാക്കുകളെ ധിക്കരിച്ച് നാം ചെയ്ത അപരാധത്തിനുള്ള ശിക്ഷയാണ് നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ശൂരപത്മാസുരനും അവന്റെ കിങ്കരന്മാരും ആ വിധി നടപ്പാക്കുന്നതിനുള്ള ഭഗവാന്റെ ഉപകരണങ്ങൾ മാത്രമാണ്. യഥാസമയം തപസ് നിർത്തി പാർവതി പരിഗ്രഹണത്തിന് തയ്യാറാകാനും കുമാരന്റെ അവതാരത്തിന് വഴിയൊരുക്കാനും നാം പറഞ്ഞിട്ട് വേണോ? തപസ്സും ദേവപീഠയും അസുരാധിപത്യവും എല്ലാം ഭഗവാന്റെ തന്നെ മായാലീലകൾ അത്രേ. എങ്കിലും ഒന്നും അറിയാത്ത ഭാവത്തിൽ തപസ്സിൽ മുഴുകിയിരിക്കുന്ന ശിവശങ്കരന്റെ ഉള്ളറിയാൻ നമുക്ക് വൈകുണ്ഠവാസിയായ ശ്രീ നാരായണനോട് അപേക്ഷിച്ചു നോക്കാം. അപ്പോ ബ്രഹ്മദേവൻ എന്ത് പറയുകയാണ്? ബ്രഹ്മദേവൻ ദേവന്മാരോട് പറയുകയാണ്, നമ്മൾ ദേവന്മാരല്ല ഒരു തെറ്റ് ചെയ്തു. എന്ത് തെറ്റാണ് നമ്മൾ ദേവന്മാർ ചെയ്തത്? നാം അന്ന് സതീദേവി ദേഹത്യാഗം ചെയ്തപ്പോ അവിടെ ദക്ഷന്റെ യാഗത്തില് നാം എല്ലാവരും പങ്കെടുത്തു. അപ്പൊ അത് നമ്മൾ ചെയ്ത ഒരു തെറ്റാണ്. അത് മാത്രമല്ല, നാം ആ സമയത്ത് ഒന്നും തന്നെ ഉരിയാടിയതില്ല, അതിനെതിരെ പ്രതികരിച്ചതും ഒന്നും തന്നെ ഉരിയാടിയതും ഇല്ല. അപ്പൊ അത് നാം ചെയ്ത തെറ്റാണ്. അപ്പൊ അതിന്റെ ആ ശിക്ഷയുടെ ഫലമാണ് നാം ഇപ്പോ ദേവന്മാരെല്ലാവരും തന്നെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രീഹരിയോട്, അതായത് നാരായണനോട് നമുക്ക് പോയി ഇതിന്റെ കാര്യങ്ങൾ എന്താണ്, എങ്ങനെയാണ് ഇതിൽ നിന്ന് മോചനം കിട്ടുക, എങ്ങനെ ശിവഭഗവാനെ നമുക്ക് തപസ്സിൽ നിന്ന് ഉണർത്താം എന്നൊക്കെയുള്ള ഒരു ഇതറിയാൻ വേണ്ടിയിട്ട് ശ്രീ നാരായണനോട് അപേക്ഷിക്കാന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി ചേർന്ന് എവിടേക്ക്, ദേവന്മാരും ബ്രഹ്മദേവനും ചേർന്ന് നാരായണന്റെ അടുത്തേക്ക് വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ്. തുടർന്ന് ഏവരും ഒരുമിച്ച് വൈകുണ്ഠത്തിലേക്ക് യാത്ര തിരിച്ചു. ഭഗവാൻ ശങ്കരന്റെ കഠിന തപസ് അവസാനിക്കാൻ വിളംബം എന്തെന്നറിയാൻ ദേവന്മാർ ജിജ്ഞാസുക്കളായിരുന്നു. പാർവതി പരിണയം എപ്പോൾ നടക്കുമെന്നും തദനന്തരം കുമാരസംഭവം എപ്പോൾ നടക്കുമെന്നും അറിയാൻ അവർ കാതോർത്തു. ശിവശക്തി സംഗമത്തിൽ നിന്ന് ജാതനാകുന്ന ദേവചൈതന്യത്തിന് മാത്രമേ തങ്ങളുടെ മേൽ അശനിപാതം വന്നു ഭവിച്ചിരിക്കുന്ന അസുരാധിപത്യത്തിൽ നിന്നും മോചനം നൽകാൻ കഴിയൂ എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അതിനാൽ എല്ലാ പ്രതീക്ഷയും കുമാരസംഭവം എന്ന ഏക ലക്ഷ്യത്തിൽ അർപ്പിച്ച് അതിനായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർ വിഷ്ണു ഭഗവാനെ തേടിപ്പോയത്. ബ്രഹ്മദേവനിൽ നിന്ന് വിവരങ്ങളെല്ലാം സവിസ്തരം കേട്ടറിഞ്ഞ വിഷ്ണു ഭഗവാൻ ഇപ്രകാരം അരുളി ചെയ്തു. അങ്ങനെ വിഷ്ണു ഭഗവാന്റെ അടുത്തേക്ക് വൈകുണ്ഠത്തിലേക്ക് അവര് ദേവന്മാരും ബ്രഹ്മദേവനും വരികയാണ്. എന്നിട്ട് വിഷ്ണുദേവനോട് ഈ കാര്യങ്ങളെല്ലാം ഉണർത്തിക്കുകയാണ്.
അപ്പോൾ വിഷ്ണുദേവൻ ദേവന്മാരോടും ബ്രഹ്മദേവനോടും പറയുകയാണ്, ബ്രഹ്മദേവ, ഇന്ദ്രാദികളെ, ജ്ഞാനമൂർത്തിയായ ഭഗവാൻ ശങ്കരൻ ജ്ഞാനപാദ മഹാത്മ്യങ്ങൾ സനകാദികളെയും ലോകരെയും അറിയിക്കാൻ മൗനത്തിലാണ്ട് ചിന്മുദ്രാലങ്കൃത ഭാവത്തിൽ യോഗചര്യയിൽ ഇരുന്നരുളുകയാണ്. മൗനത്തിൽ നിന്ന് ഉണരാനും യോഗസാധന വെടിഞ്ഞ് പാർവതീ ദേവിയിൽ ആസക്തി ഉണരാനും ജ്ഞാനം അകലുകയും മോഹം ഉദിക്കുകയും വേണം. അതുകൊണ്ട് മായാവിഭ്രമങ്ങളുടെ കാരകനായ മന്മഥനെ ഈ ലക്ഷ്യത്തിനായി നിയോഗിക്കുക. അവന്റെ പുഷ്പസായകങ്ങൾ ശിവചിത്തത്തെ വ്യതിചലിപ്പിക്കാതിരിക്കുകയില്ല. വിഷ്ണുദേവന്റെ യുക്തമായ മറുപടി കേട്ട് ബ്രഹ്മാദികൾക്ക് ആശ്വാസമായി. അവർ ഉടൻ തന്നെ ശിവഭഗവാന്റെ മനസ്സിളക്കാൻ കാമദേവനെ നിയോഗിക്കുന്നതിന് പുറപ്പെട്ടു. അങ്ങനെ വിഷ്ണു ഭഗവാൻ പറയുകയാണ്, ഇപ്പോ മഹാദേവൻ എങ്ങനെയാണ് ഒരു വലിയ യോഗ സാധനയാണ് മഹാദേവൻ അനുഷ്ഠിക്കുന്നത്. അതായത് ചിന്മുദ്രാലങ്കൃത ഭാവത്തിൽ യോഗചര്യയിൽ ഇരുന്നരുളുകയാണ്. മൗനിയായിട്ടാണ് ഭഗവാൻ തപസ് അനുഷ്ഠിക്കുന്നത്. അപ്പോൾ ഈ തപസ് അനുഷ്ഠിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ മനസ്സിൽ ആ ഒരു വികാര ചിന്തകൾ ഉണ്ടാവണം. അപ്പൊ അതുണ്ടാക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് മന്മഥനാണ്, കാമദേവനാണ്. അപ്പൊ ഈ മന്മഥനെ പോയി കാണുക, എന്നിട്ട് മന്മഥ ബാണം തൊടുത്തുകൊണ്ട് ഭഗവാന്റെ തപസ്സിളക്കാൻ വേണ്ടിയിട്ട് വിഷ്ണു ഭഗവാൻ ദേവന്മാരോട് പറയുകയാണ്. അങ്ങനെ ആ ഒരു നിയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് കാമദേവന്റെ അടുത്തേക്ക് ഈ ബ്രഹ്മദേവനും അതുപോലെ ദേവന്മാരും എല്ലാവരും പോവുകയാണ്. ഹരഹരോ ഹരഹര മുരുക. അപ്പോ ഇന്നത്തെ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തത് മന്മഥ പർവം എന്നുള്ളൊരു ഭാഗമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. ഹരഹരോ ഹരഹര. ഓം വജത്സുവേ നമഃ. ഓം സ്കന്ദായ നമഃ. ഓം മുരുകായ നമഃ. ഓം കുമരായ നമഃ. ഹരഹരോ ഹരഹര. ഹരഹരോ ഹരഹര. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട്. മുരുക ഭഗവാനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും പളനിയിൽ പോയിട്ടില്ലാത്ത ആരും ഉണ്ടാവുകയില്ല അല്ലേ. അപ്പൊ ഇനിയും എല്ലാവരും പളനിയിൽ പോവാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോവാന്നുള്ളതാണ്. ആ മലയൊക്കെ ചവിട്ടി നമ്മൾ ആ ഭഗവാന്റെ അടുത്ത് ചെന്ന് ഭഗവാനെ ദർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സായുജ്യം, അല്ലെങ്കിൽ ഭഗവാനെ ദർശിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ആനന്ദം, അത് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുകയില്ല എന്നുള്ളതാണ് പരമമായിട്ടുള്ള സത്യം. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്നെ ഒരു അംശമാണ് മുരുക ഭഗവാൻ എന്ന് പറയുന്നത്. അത് പ്രത്യേകം ഭഗവത്ഗീതയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മുരുകനും ഞാൻ തന്നെയാണ്, സ്കന്ദനും ഞാൻ തന്നെയാണ് എന്നുള്ളത് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ശ്രീകൃഷ്ണന്റെ തന്നെ അവതാരമാണ് സ്കന്ദൻ, മുരുകൻ എന്ന് പറയുന്നത്. അതായത് ശിവപാർവതിമാർക്ക് പുത്രന് ഇല്ലാതിരിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണാംശമായിട്ട് തന്നെയാണ്, ശ്രീകൃഷ്ണന്റെ ആ ഗുണങ്ങളുടെ ശ്രീകൃഷ്ണാംശമായിട്ട് തന്നെയാണ് മുരുക ഭഗവാനും അവതരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നമുക്ക് ഈ ശിവകുടുംബത്തിൽ വരുമ്പോൾ അവിടെയും ഒരു കൃഷ്ണനുണ്ട്. അതാണ് ആ ശ്രീകൃഷ്ണനാണ് മുരുക ഭഗവാൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് രണ്ട് കുട്ടികൾ വേണം, അല്ലെങ്കിൽ 2 കുട്ടികൾക്ക് ജന്മം കൊടുക്കണമെന്ന് പറയുന്നത്. പക്ഷെ ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ആദ്യമേ പാർവതി ദേവിക്ക് ജനിച്ച പുത്രൻ ഗണപതി ആണെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. ആദ്യമേ ജനിക്കുന്ന പുത്രൻ എന്ന് പറയുന്നത് സ്കന്ദ ഭഗവാനാണ്. സ്കന്ദ പുരാണത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. രണ്ടാമതാണ് പാർവതി ദേവി തൻ്റെ ശരീരത്തിൽ നിന്നുള്ള ആ മഞ്ഞളൊക്കെ എടുത്തിട്ട് അതിൽ നിന്ന് ഗണപതി ഭഗവാനെ സൃഷ്ടിക്കുന്നത്. അപ്പൊ ആദ്യം ഉണ്ടായ പുത്രൻ എന്ന് പറയുന്നത് കാർത്തികേയനാണ്, സ്കന്ദകുമാരനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കന്ദകുമാരന് വളരെയധികം പ്രാധാന്യം ഉണ്ടത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സ്കന്ദനുക്ക് ഹരോഹര, മുരുകനുക്ക് ഹരോഹര, വേലനുക്ക് ഹരോഹര. ഹരഹരോ ഹരഹര മുരുക. ഹരഹരോ ഹരഹര. അപ്പൊ ഇനി നമുക്ക് ആരൊക്കെയാ വന്നിട്ടില്ലെന്ന് നോക്കാട്ടോ. ബിപിൻ, റംഷി മുഹമ്മദ്, രാജി, സെൽവിൻ, ആദിത്യൻ തൃശ്ശൂർക്കാരൻ, ബാലാജി, പ്രശാന്ത്, ഇത്രയും പേരാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ കുറച്ചു പേരെ വന്നിട്ടുള്ള. മിക്ക ദിവസങ്ങളിൽ ചിലപ്പോൾ ഓഫീസിലൊക്കെ പോകുന്ന തിരക്കുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കും എല്ലാവരും വരാൻ മടിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സ്കന്ദപുരാണം വീട്ടിൽ വാങ്ങി വായിക്കാൻ കഴിയുന്നവരെല്ലാം വായിക്കുക. അതൊക്കെ നല്ല കാര്യമാണ്. സന്ധ്യാസമയങ്ങളിൽ നമുക്ക് ഞാൻ മുന്നേ കാണിച്ചു തന്ന സുബ്രഹ്മണ്യ സഹസ്രനാമ സ്തോത്രങ്ങളൊക്കെ പറയുന്നത് ഉത്തമമായിരിക്കും.
ഹരഹരോ ഹരഹര മുരുക.